സർക്കാർ ഇരയ്ക്കൊപ്പം വേട്ടക്കാരോട് പോരാടും. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ കത്ത് നൽകിയെന്നും മുഖ്യമന്ത്രി. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സിനിമയിലെ തെറ്റായ പ്രവണതകൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകി മുഖ്യമന്ത്രി. സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾക്ക് ഇരയ്ക്കൊപ്പം സർക്കാർ, വേട്ടക്കാരോട് സന്ധിയില്ലാത്ത പോരാട്ടം. അത് പലവട്ടം സർക്കാർ സ്വന്തം പ്രവൃത്തി കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കാനാണ് സർക്കാർ തീരുമാനം. പൊതു മാർഗരേഖ കൊണ്ടുവരാൻ സർക്കാരിന് അവകാശമുണ്ടോ എന്ന് പരിഗണിച്ച് സിനിമയ്ക്കുള്ളിൽ സിനിമകളെ വെല്ലുന്ന തിരക്കഥകൾ പാടില്ല. മാന്യമായ വേതനം ഉറപ്പാക്കാൻ സംഘടനകൾ തയ്യാറാവണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോബിയിങ്ങിൻ്റെ ഭാഗമായി കഴിവുള്ള നടീനടന്മാരെ ഒറ്റപ്പെടുത്തുകയോ അവസരങ്ങൾ നിഷേധിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത്. ആശയപരമായ ഭിന്നതയിൽ ആരെയെങ്കിലും ഫീൽഡ് ഔട്ട് ചെയ്യാനോ ആക്കാനോ കഴിയില്ലാത്തവർക്ക് അവസരം നൽകാനോ ആരും അധികാരം ഉപയോഗിക്കരുത്. കഴിവും പ്രതിഭയും ആയിരിക്കണം മാനദണ്ഡം. ഗ്രൂപ്പുകളോ കോക്കസുകളോ ഭരിക്കുന്നതാവരുത്. സിനിമാ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് സിനിമാ വ്യവസായത്തിൻ്റെ ഭാഗമാകുന്നത്. എന്തുകൊണ്ട് സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾ അവിടേക്കും എത്തുന്നു? സിനിമാ മേഖലയിൽ കുത്തഴിഞ്ഞതാണോ? അതിലെ പ്രവർത്തകർ ആകെ അസാർമിക സ്വഭാവം വെച്ച് പുലർത്തുന്നവർ ആണെന്നോ ഉള്ള നിലപാട് സർക്കാരിനില്ല. ചില ആളുകൾക്കുണ്ടായ തിക്താനുഭവം വെച്ച് 94 വർഷത്തെ മലയാള സിനിമാ പാരമ്പര്യത്തെ വിലയിരുത്തരുത്. അപ്രഖ്യാപിത വിലക്കുകൾ കൊണ്ട് ആർക്കും ആരെയും തളർത്താൻ കഴിയില്ലെന്നാണ് ഈ തലമുറ നമ്മളോട് പറയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇരുത്താനാണ് ശ്രമമെങ്കിൽ നടക്കില്ല. താമസിച്ചു എന്നാരോപിച്ച് SP-യെ പൊതുവേദിയിൽ അപമാനിച്ച് MLA PV അൻവർ. മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ തന്നെ ദീർഘനേരം കാത്തിരിക്കേണ്ടി വന്നു എന്നാരോപിച്ച് മലപ്പുറം SP S ശശിധരനെ MLA PV അൻവറാണ് അധിക്ഷേപിച്ചത്. മറുപടി പ്രസംഗത്തിൽ കാര്യമായി പ്രസംഗിക്കാൻ തയ്യാറായി പ്രസംഗിക്കും SP വേദി വിട്ടുപോവുകയായിരുന്നു. പരിപാടിയിൽ MLA ഉദ്ഘാടകനും SP മുഖ്യ പ്രഭാഷകനുമായിരുന്നു. എന്നാൽ IPS ഓഫീസറുടെ പെരുമാറ്റം പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാണെന്ന് പറഞ്ഞാണ് MLA പ്രസംഗം ആരംഭിച്ചത്. രൂക്ഷ വിമർശനത്തിന് മനഃപൂർവ്വം SP-യെ ഇരയാക്കുകയായിരുന്നു. മുഖ്യപ്രഭാഷണത്തിന് SP അല്പം തിരക്കിലാണെന്ന് പ്രസംഗിക്കാനുള്ള മാനസിക അവസ്ഥ ഇല്ലെന്നും പറഞ്ഞ് ആശംസകൾ അർപ്പിച്ച് സ്ഥലം വിടുകയായിരുന്നു. കേന്ദ്രത്തിന് കൂട്ടുപിടിക്കുന്നതാണ് SP-യുടെ പെരുമാറ്റം എന്നായിരുന്നു MLA PV അൻവറുടെ ആക്ഷേപം. അപ്പോൾ നടക്കുന്ന ഈ പരിപാടികൾക്ക് അൻവർ SP-യെ ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വന്നു. അദ്ദേഹം ജോലി തിരക്കുള്ള ആളാണ്, അതാണ് കാരണം എങ്കിൽ ഓക്കെ, അല്ലാതെ കുറച്ച് സമയം MLA അവിടെ ഇരുത്തിക്കളയാമെന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ SP ആലോചിക്കണം എന്നും വിമർശിച്ച് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പറയാതെ നിവൃത്തിയില്ല. പോലീസിൽ മാറ്റമുണ്ടായേ തീരൂ, അല്ലെങ്കിൽ ജനം ഇടപെടുമെന്ന് PV അൻവർ MLA ഭീഷണിപ്പെടുത്തി. ഇതെല്ലാം വിലയിരുത്തുന്ന ജനങ്ങൾ ഈ MLA-യുടെ പ്രകടനങ്ങൾ ഒരുപാട് കണ്ടവരാണ്. സർക്കാരിൽ ഈ MLA-ക്ക് അത്രയ്ക്ക് സ്വാധീനമാണെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം കേരള പോലീസ് സേന ഏറ്റവും മികച്ചാണെന്ന് മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് പുകഴ്ത്താറുള്ളതും ജനങ്ങൾ വിലയിരുത്തുകയാണ്. നാളെ ഭാരത് ബന്ദ്, കേരളത്തിൽ ഹർത്താൽ ആചരിക്കുമെന്ന് ദളിത് സംഘടനകൾ. വയനാട് മാത്രം ഒഴിവാക്കും. ബുധനാഴ്ച രാജ്യത്ത് ഭാരത് ബന്ദ് നടത്തുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ സാമ്പത്തിക മുന്നോക്കം നിൽക്കുന്നവർ വേർതിരിച്ച് സംവരണാനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളുമാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ ബുധനാഴ്ച ഹർത്താൽ ആചരിക്കുമെന്ന്
വിവിധ ആദിവാസി ദളിത് സംഘടനകളും അറിയിച്ചിട്ടുണ്ട്. മുൻ മന്ത്രി ആന്റണി രാജു ഉൾപ്പെട്ട കേസ് തൊണ്ടിമുതൽ കേസ് പരിഗണിക്കുന്ന ബെഞ്ചിന് മുൻപാകെ നാടകീയ രംഗങ്ങൾ. ഹർജി താൻ പരിഗണിക്കാതിരിക്കാൻ ശ്രമം നടത്തുന്നതായി ബെഞ്ചിന് നേതൃത്വം നൽകുന്ന ജസ്റ്റിസ് CT രവികുമാർ ആരോപിച്ചു. ഹർജി അടുത്ത വർഷം ജനുവരി 5 വരെ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ശ്രമമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനുവരി 5-നാണ് ജസ്റ്റിസ് രവികുമാർ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുന്നത്. ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് ആന്റണി രാജു നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കപ്പെട്ടപ്പോൾ കേസ് നീട്ടിവെക്കണമെന്ന് അഭിഭാഷകൻ ദീപക് പ്രകാശ് കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് കോടതിയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ലാവ്ലിൻ ഹർജിയിൽ നിന്ന് പിന്മാറാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ടും ഒഴിഞ്ഞു. ജസ്റ്റിസ് രവികുമാർ പിണറായി വിജയൻ ഉൾപ്പെട്ട SNC ലാവ്ലിൻ കേസിൽ നിന്ന് പിന്മാറിയ കാര്യവും ജസ്റ്റിസ് രവികുമാർ കോടതിയിൽ പരോക്ഷമായി പരാമർശിച്ചു. കേസിൻ്റെ പേര് പറയാതെയാണ് ഹർജി കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയ കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്ത്രീ വിരുദ്ധ ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖമുദ്ര ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിവായത് ഈ ജീർണതയെന്ന് MV ഗോവിന്ദൻ. എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് പരിഷ്കൃത സമൂഹ പ്രധാന ഉത്തരവാദിത്തമാണെന്നും സർക്കാർ ഫലപ്രദമായ ഇടപാടുകളിലേക്കാണ് നീങ്ങുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതിയുടെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് റിപ്പോർട്ട് എത്തിയിരിക്കുന്നത്. പുരുഷ മേധാവിത്വമാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഫ്യൂഡൽ ജീർണത അവസാനിപ്പിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിലേക്ക് പൂർണ്ണമായും എത്തിച്ചേരാനുള്ള സമൂഹമാണിത്. ഈ ജീർണത മുഴുവൻ പ്രതിഫലിക്കുന്ന ഒന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി കാണാൻ കഴിയുന്നത്. സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എല്ലാ സിനിമക്കാരും കുഴപ്പക്കാരാണെന്ന് പറയാനാകില്ല. പരാതിയുള്ളവർക്ക് സർക്കാരിനെ സമീപിക്കാം. മന്ത്രി സജി ചെറിയാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും താൻ വായിച്ചിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രിയായതിനു ശേഷം സിനിമാ മേഖലയുള്ള ഒരാളുടെ പരാതിയും തൻ്റെ അടുത്ത് വന്നിട്ടില്ലെന്നും സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലെന്നും മന്ത്രി പറഞ്ഞു. സിനിമ സീരിയൽ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാര നടപടികൾ ഉണ്ടാകണമെന്നത് ചില സംഘടനകളുടെ ആവശ്യമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കമ്മിറ്റി രൂപീകരിച്ചത്. ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ഇതൊരു രഹസ്യ റിപ്പോർട്ടായി സൂക്ഷിക്കണമെന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞിരുന്ന. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിഗമനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പിലാക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നും പറഞ്ഞിരുന്നു.